ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ഒരു ടൂർ പോയിട്ടുണ്ടായിരുന്നു, ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. So welcome everyone to the channel. If you like the video, you do subscribe and also turn on the bell icon to get all the notification from this channel. Also do like, share to your friends and family, and do comment below about what you think about the video, and also follow me on Instagram for daily updates. So let's get started with 5 must watch places in Kozhikode. സോ ഫസ്റ്റ് ഈസ് ഹോട്ടൽ പാരഗൺ. ഞങ്ങൾ രാവിലെ മുതൽ പോയ ആ ഒരു ഓർഡറിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. സോ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിലാണ് വന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. സോ ഹോട്ടൽ ഭയങ്കര ഫേമസ് ആണ്, ഹോട്ടൽ പാരഗൺ. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഹോട്ടലാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ തേടി പിടിച്ച് വന്നതാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ നൂൽ പൊറോട്ടയാണ് ട്രൈ ചെയ്തത് വിത്ത് ചിക്കൻ കറി. ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ ലഞ്ചും ബിരിയാണിയും ഒക്കെയാണ് കുറച്ചും കൂടി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷസ് എന്നാണ് അറിഞ്ഞത് കേട്ടോ. And the second must-watch place in Kozhikode in Highlight Mall. It is very important place. എന്തായാലും വാച്ച് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു വ്യൂ ആണ് കിട്ടുന്നുണ്ടായിരിക്കുക. പിന്നെ ഞാൻ കുറച്ച് പ്ലേസസ് എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പോയ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ച് ക്ലിപ്സാണ് കാണിക്കുന്നത്. പ്ലസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഒന്നും കൂടി സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ടൈപ്പ് ഷോപ്സും ഉണ്ട്. ഡ്രസ്സ്, ജ്വല്ലറി, എസെൻഷ്യൽസ്, ടോയ്സ്, എല്ലാ തരത്തിലുള്ള. പിന്നെ ഇതേപോലെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേസസും ഉണ്ട്. ഫുഡ് എല്ലാതും കൂടിയിട്ടുള്ള സ്മാർട്ട് വാച്ച്, ഫോണ്, അങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു പ്ലേസാണ് കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ കടകളുണ്ട്, മീൻസ് ഷോപ്സ് ഉണ്ട്. ആൻഡ് നമുക്ക് തന്നെ ആ കൺഫ്യൂഷൻ ആയിപ്പോട്ടോ, നമ്മൾ എവിടെ നിന്നാണ് വന്ന് എങ്ങടാ പോണത്. എല്ലാ ലെയറും ഏകദേശം ഒരേപോലെ തോന്നും, പക്ഷേ ഓരോ റൂംസായിട്ട് എല്ലാത്തിനും ഡിഫറെൻറ്റ് ഷോപ്സ് ആയിട്ടുണ്ട് കേട്ടോ.
ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡ്രിങ്ക്സ് വാങ്ങിയിട്ട് മീൻസ് ഞങ്ങൾ ജ്യൂസാണ് വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ വേണ്ടേ. പിന്നെ നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ് ഡാർക്ക് ഹൗസ്. ബട്ട് ഐ എം സോ സോറി, ഞാനത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അവിടുന്ന് പുറത്തു നിന്നാൽ തന്നെ ഓരോ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അതിൻ്റെ എക്സിറ്റ് പോർഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി. എനിക്ക് ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2 ദിവസത്തിന് ഉറങ്ങില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ പോവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളതാണ് സ്നോ ഫാൻറ്റസി. ഇത് അടിപൊളിയാണ് കേട്ടോ. എനിക്കിതിൻ്റെ എൻട്രൻസ് തന്നെ ഒരുപാട് ഇഷ്ടമായി. ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ എസ്കലേറ്ററിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത് നേരെ അങ്ങോട്ടാണ് കേട്ടോ. അത് പറഞ്ഞാൽ വേറെ ഒരു ലാൻഡ്, നമ്മൾ വേറൊരു കൺട്രിയിൽ പോയ പോലെ നമുക്ക് തോന്നുക. കംപ്ലീറ്റ്ലി അത്രയും റിയലായിട്ട് തോന്നുന്ന രീതിയിലാണ് അത് ഡെക്കറേറ്റ് ചെയ്തിട്ടും അത് ഫിക്സ് ചെയ്തിട്ടുള്ളതേ അങ്ങനെയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയ പോലെയാണ് കേട്ടോ. ആൻഡ് എസ്കലേറ്ററിന് നേരെ ഇറങ്ങുന്നത് അങ്ങോട്ടാണ്. അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ ആണുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മുടെ വീഡിയോസ്, അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള സ്നോ ഫാൻറ്റസിൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇതേപോലെ എടുത്തു തരും. അതേപോലെ തന്നെ ഇനി പിക്ക് മതിയെങ്കിൽ പിക്കും എടുത്തു തരും. പക്ഷേ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബില്ല് അടച്ചിട്ട് ഇങ്ങനെ ആദ്യം നമ്മളൊരു ജാക്കറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്കാണ് പോവുക. എന്നിട്ട് അവർ നമുക്ക് ഒരു ഇത് തരും. അതിൽ നമ്മൾ നമ്മുടെ ചപ്പലും ഷൂവും എല്ലാം വെക്കുക. ബാഗും വേറൊരു കവറിൽ തരും. എന്നിട്ട് അവർ നമുക്ക് ഇതേപോലെ ബൂട്ട്സും ജാക്കറ്റും എല്ലാം തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ബ്ലൂ ആയിരുന്നു തന്നത്. ഞങ്ങൾ മാറ്റി അത് റെഡാക്കി. നമുക്ക് ചോദിച്ചാൽ തരും. പിന്നെ ഇതേപോലെ ഒരു ഓപ്പൺ സ്പേസിൽ പോയിട്ട് നമ്മൾക്ക് അത് മാറ്റാം, ജാക്കറ്റ് മാറ്റാം. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയുമോ, ബൂട്ട്സ് എനിക്ക് ആദ്യം കിട്ടിയത് ലൂസായിരുന്നു, സൈസ് കറക്റ്റ് ആയിരുന്നില്ല. ബൂട്ട്സ് സൈസ് നോക്കി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്നോയിലൂടെ നമ്മൾ നടക്കുന്നത്, അപ്പോൾ അത് ഊരിപ്പോവും, അത് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതാണ് സ്നോ ഫാൻറ്റസി. പിന്നെ വീണ്ടും നമ്മൾ ഇപ്പോൾ വേറൊരു രാജ്യത്ത് പോയ പോലെയാണ്. കംപ്ലീറ്റ്ലി നമ്മൾ ആകെ മറന്നു പോവും നമ്മൾ എവിടെയാണ് എന്താണെന്നുള്ളത്. പക്ക ഒരു കോൾഡ് കൺട്രിയിൽ പോയ പോലെയാണ് കേട്ടോ. ഇൻക്ലൂഡിങ് കോൾഡ്, ആ തണുപ്പുണ്ട്. 1 മണിക്കൂറാണ് ഇതിൻ്റെ ഉള്ളിലുള്ള സമയം കേട്ടോ. അപ്പോൾ അത് തന്നെ മതി, അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാത് നല്ലൊരു ആംബിയൻസ് തന്നെയാണ്.
അപ്പോൾ ഇത് കണ്ടോ, മുകളിലായിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ആക്ച്വലി ഒരു ഹോട്ടൽ പോലെ കോൾഡ് ഫുഡിന് കിട്ടുന്ന ഒരു ഹോട്ടൽ പോലെ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ഇപ്പോൾ അതങ്ങനെ ഇല്ല, അവിടെ ഇല്ല. ഇനി വരുമോ എന്നറിയില്ല. പക്ഷെ ആദ്യം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞങ്ങൾ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇഗ്ലു കണ്ടോ, ഇതും ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ കമ്പാരിറ്റീവ്ലി അവിടെ കുറച്ച് തണുപ്പ് കുറവുള്ള പോലെ തോന്നിയിരുന്നു. പിന്നെ അത് ഇതേപോലെ ഒരു ബ്ലൂ സറൗണ്ടിങ് ആണ് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ 1 മണിക്കൂർ ഒരു മണിക്കൂറാണ് അതിൻ്റെ ഉള്ളിലെ സമയം. പക്ഷെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാലിൻ്റെ ഉള്ളിലേക്കൊക്കെ തണുപ്പ് വന്ന് ആകെ ഇങ്ങോട്ട് ഒരുമാതിരി ആയിരുന്നു കേട്ടോ. ആകെ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. സോ 1 മണിക്കൂറിന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നാൽ തന്നെ വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഇതേപോലെ ഓരോ സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ബൂട്ട്സും ജാക്കറ്റ്സും എല്ലാം അവിടെ വെച്ച് നമ്മുടെ ടോക്കൺ കൊടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാം. സോ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. 1 മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു പരിവായിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു ഇതാണ് കേട്ടോ, സ്നോ ഫാൻറ്റസി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സൂഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ നല്ല ഒരു ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള കുറച്ച് കളക്ഷൻസൊക്കെ. എൻ്റെ ഒരു സ്റ്റൈലിന് പറ്റിയത് ഞാൻ കണ്ടില്ല, പക്ഷേ അവിടെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. Next place in Highlight Mall is Starbucks, of course. പക്ഷേ ഇത് ഞാൻ മസ്റ്റ് ഗോ ആയിട്ട് പറയില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. പിന്നെ ഞങ്ങൾക്ക് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് ഞങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആപ്പിൽ 200 രൂപയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോവാം, അങ്ങനെയൊക്കെ കുറേ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് ആ ആപ്പ് ഇപ്പോൾ വർക്കിംഗ് അല്ല എന്നാണ് കേട്ടോ. ആ ആപ്പ് അപ്പം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ക്യാഷ് ഇടരുത് കേട്ടോ. ആ ആപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ നേരിട്ടുള്ള സർവീസാണുള്ളത് എന്നാണ് പറയുന്നത്. ഞങ്ങളിതൊരു സ്ട്രോബെറി കോൾഡ് കോഫി ഐ ഗെസ്. ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളിയായിരുന്നു. ബട്ട് ടു എക്സ്പെൻസീവ്. നെക്സ്റ്റ് ഈസ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഇതും ഭയങ്കര കളക്ഷനാണ് കേട്ടോ. ഒരുപാട് ഈ എല്ലാ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് നമ്മുടെ ബാഗൊക്കെ അവിടെ വെച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഭയങ്കര ചിലതിലൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മെസ്സ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഫുഡ് വാങ്ങിയിട്ട് നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു മെസ്സ് പോലെ ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓഫറിൽ. നല്ല അടിപൊളി സാധനം തന്നെയാണ്, നല്ല ഓഫറാണ് കേട്ടോ. ആൻഡ് തേർഡ് പ്ലേസ് യു മസ്റ്റ് ഗോ ഈസ് മിഠായി തെരുവ്. എനിക്കറിയില്ല വേറെ പേരുണ്ടോയെന്നറിയില്ല. ഇതൊരു ബേസിക്കലി ഒരു സ്ട്രീറ്റാണ്. അവിടെ ഒരുപാട് കടകളുണ്ട്. എന്ത് തിരക്കാന്ന് നോക്കി, ഒരുപാട് ആളുകൾ
വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ആൻഡ് ഇവിടുത്തെ ഷോപ്പിലൊക്കെ വിലക്കുറവാണ്, എസ്പെഷ്യലി ഫോർ ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞിരുന്നു ഒക്കെ ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്ന നല്ല വിലക്കുറവുണ്ടാവുമെന്ന്. പക്ഷേ സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്ര വലിയ വിലക്കുറവൊന്നും തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ കുറേ നോക്കി, പക്ഷെ എന്നാലും ഞങ്ങൾ വാങ്ങാൻ മാത്രമുള്ള വിലക്കുറവൊന്നും തോന്നിയില്ല. നെക്സ്റ്റ് ഇസ് കാലിക്കറ്റ് ബീച്ച്. ഓഫ് കോഴ്സ് ബീച്ച് ഈസ് എസെൻഷ്യൽ. നമ്മുടെ സ്വന്തം കോഴിക്കോട് ബീച്ച് കേട്ടോ. അപ്പോൾ ഈവനിങ് ബീച്ചിലായിരുന്നു. പിന്നെ ഒരു നല്ല ഈവനിങ് ആവണതിന് മുമ്പ് പോയ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അവരുടെ സർവീസൊക്കെ സൂപ്പറാണ്, നല്ല കെയറും അതുപോലെ തന്നെ നമുക്ക് ജാക്കറ്റൊക്കെ തരും. നല്ല കെയർ ആയിരുന്നു എല്ലാത്തിലും. ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ഈ ബോട്ട് തിര വരുമ്പോൾ തിരൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അത് വന്നിട്ട് തിരയിൽ അടിച്ചിട്ട് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ അപ്പോഴൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പം അത് മാത്രമല്ല, പിന്നെ ചെരിയുമ്പോഴൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ബട്ട് എന്തായാലും ട്രൈ ചെയ്യണം, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കടലിൻ്റെ നടുവിൽ പോയിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്തോളാൻ പറഞ്ഞ് നിർത്തിയിട്ടിട്ട്. സോ യാ, it was just another experience. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറാനെല്ലാം പറ്റും കേട്ടോ. ഈസ് ബേപ്പൂർ ബീച്ച്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് അന്ന് രാത്രിയായിപ്പോയി. പിന്നെ രാത്രി നമ്മൾ കടൽ കാണാൻ പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് പോകാഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും പോയി നോക്കണം. ഇത് അവിടുത്തെ വാട്ടർ ഫെസ്റ്റിൻ്റെ ഒരു പിക്കൊക്കെയാണ് കേട്ടോ. അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അതാണ് ഏറ്റവും കൂടുതൽ മിസ്സായത് കേട്ടോ. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബേപ്പൂർ ബീച്ചിൽ. അപ്പോൾ എന്തായാലും ബേപ്പൂർ ബീച്ചും മസ്റ്റ് ഗോ പ്ലേസ് ആണ്. അപ്പം യെസ്, ഇതൊക്കെയാണ് 5 പ്ലേസസ് യു മസ്റ്റ് ഗോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.